പരമഗുരവേ നമഃ. ശിശിരീകുർവദേ ശാന്തൈ കടാക്ഷൈ ശിഷ്യസഞ്ജയാൻ ബ്രഹ്മവിദ്യാ കോവിദായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. സ്വാനുഭവ ഗീതയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇപ്പം എല്ലാത്തിൻ്റെയും സാരം, എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്നത് ആ ഒരു മംഗള സ്വരൂപനായിട്ടുള്ള ശിവ ഭഗവാൻ അഥവാ പരമ്പൊരുൾ ആണ് എന്ന് ഗുരു ഓരോ ശ്ലോകത്തിലൂടെയും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പല പല യുക്തിയും അതുപോലെ പല ഉദാഹരണങ്ങളും പല ചിന്തകളും ഒക്കെ നമ്മുടെ മുൻപിൽ നിരത്തി ഗുരു അത് ഉറപ്പിക്കുകയാണ്. അപ്പം നമ്മൾ ആ രീതിയിലേക്ക് ചിന്തിക്കുകയും ഈ ലോകത്തെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ആ രീതിയിൽ നിരീക്ഷിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആന്തരികമായിട്ടുള്ള സത്തയിലേക്ക് നമുക്ക് എത്തിപ്പെടുവാനായിട്ട് സാധിക്കുന്നത്. അടുത്ത ശ്ലോകത്തിലൂടെ ഗുരു എന്താണ് പറയുന്നത്? അയ്യോ, നീ എന്നുള്ളും പൊയ്യെ പുറവും പൊതിഞ്ഞു മേവുന്നു, മെയ്യാറാനായി വന്നേൻ കയ്യേന്തി കൊണ്ടൊഴിഞ്ഞു പോകുന്നു. അയ്യോ എന്നുള്ളത് ഒരു അത്ഭുതമായിട്ട് പറയുന്നതാണ്. നമ്മളും ചില സമയത്ത് ഭയം കൊണ്ടും അയ്യോ എന്ന് പറയും, അതല്ലാതെ അത്ഭുതം കൊണ്ടും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇവിടെയും ഇതൊരു അത്ഭുതമാണ്. നീ പൊയ്യെ, നീ എപ്പോഴും എനിക്കൊരു അത്ഭുതമായിട്ട് തന്നെയാണ് ഉള്ളത്. പൊയ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാണ്, നുണ എന്നൊക്കെയാണ് തമിഴിലത് പറയുന്നത്, തമിഴ് വാക്കാണ്. സ്വന്തമായിട്ട് ആ ഒരു ഉണ്മയില്ലാത്തതുകൊണ്ട് ഇവിടെ കള്ളമെന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഒരു ഉണ്മയില്ലാതെ ഇരിക്കുന്നതിനാണ് ഇവിടെ പൊയ് എന്ന് പറയുന്നത്. പൊയ്യേ എൻ ഉള്ളും പുറവും, എൻ്റെ അകവും പുറവും. ഉള്ള് പുറം നമുക്കറിയാം, അകത്തും പുറത്തും പൊതിഞ്ഞു മേവുന്നു. അതിനെ എല്ലാം പൊതിഞ്ഞ് സംരക്ഷിച്ച് മേവുന്നത് നീ തന്നെയാണ്. അതല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഉണ്മ ഇല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? മെയ് ആറാനായി, മെയ് എൻ്റെ ശരീരം തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? വന്നൻ, ഞാൻ നിന്നെ ആശ്രയിച്ചു. കൈ ഏന്തിക്കൊണ്ട്. അപ്പോൾ നീ എന്താണ് ചെയ്തത്? ആ നിൻ്റെ കൈ ഉയർത്തി നീ എന്നെ നിൻ്റെ ശരീരത്തോട് അല്ലെങ്കിൽ നിന്നിലേക്ക് ചേർത്ത് നിർത്തി ഒഴിഞ്ഞു പോകുന്നു. അപ്പോൾ മറ്റെല്ലാത്തിനെയും ഒഴിച്ചു നിർത്തിക്കൊണ്ട് നീ എന്നെ നിന്നിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ ഇവിടെ അങ്ങോട്ടേക്ക് ഇതിൻ്റെ ഒരു ആശ്ചര്യമായിട്ട് ചിന്തിക്കുന്നവന് തോന്നുന്ന ഒരു കാര്യമാണ്. ഞാൻ എന്ന് പറയുന്ന ആ ഒരു അഹങ്കാരത്തിന് അല്ലെങ്കിൽ ജീവത്വം എന്ന് വേണമെങ്കിൽ പറയാം, ജീവൻ, അതിന് തനതായിട്ടുള്ള ഒരു ഉണ്മയില്ല. അത് പൊയ്യാണ്. ഉണ്മയുള്ളത് ഏതിനാണ്? നിനക്ക് മാത്രമാണ്. അപ്പം നിന്നിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ അഹങ്കാരമൊക്കെ കാണിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു നൂതനമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഈ അകവും പുറവും ശരിയായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അകത്തുള്ളതിൻ്റെ സത്യവും
പുറത്തുള്ളതിൻ്റെ സത്യവും ഒക്കെ വിശകലനം ചെയ്യുമ്പോഴാണ് ആകെ നമ്മൾ തല ചൂടാകുന്നത്. ഭയങ്കരമായിട്ട് നമ്മുടെ തലച്ചോറ് ചൂടുപിടിക്കും. അപ്പോൾ ഒരിക്കൽ രാമകൃഷ്ണദേവൻ്റെ അടുത്ത് വിവേകാനന്ദ സ്വാമി പറയുന്നുണ്ട്, ഈ മഹർഷിമാർ പറയുന്ന കാര്യങ്ങളൊക്കെ ചുമ്മാതെ, ചിലർ പറയുന്നു മോക്ഷമെന്ന് പറയുന്നു, ചിലർ നിർവ്വാണമെന്ന് പറയുന്നു, അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതൊക്കെ വെറുതെ പറഞ്ഞിരിക്കുന്നതാണ്, അതിനകത്ത് പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല എന്നുള്ള രീതിയിൽ വിവേകാനന്ദ സ്വാമി രാമകൃഷ്ണദേവൻ്റെ അടുത്ത് കുറേ സംശയങ്ങളും പരാതികളും പരിഭവങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ആൾ കുറച്ച് രജോ ഗുണിയാണ്. അതുകൊണ്ട് തന്നെ രാമകൃഷ്ണദേവൻ അതിന് മറുപടി പറഞ്ഞത്, വളരെ സാത്വികനാണ് രാമകൃഷ്ണദേവൻ. പറഞ്ഞു, നിനക്ക് മനസ്സിലാകാത്ത കാര്യം നീ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത്? അത് ശരിയാണോ ഇല്ലയെന്ന് നീ അന്വേഷിച്ചു പോയിട്ടില്ല, നിനക്കത് മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്തിനാ അറിഞ്ഞുകൂടാത്ത കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്? പിന്നീടാണ് വിവേകാനന്ദ സ്വാമി അതിനെക്കുറിച്ചൊക്കെ ആഴത്തിൽ പഠിക്കുകയും ആ രീതിയിലുള്ള സാക്ഷാത്കാരത്തിൻ്റെ ആ തെളിച്ചത്തിലേക്കൊക്കെ വരുന്നത്. പക്ഷേ പിന്നീട് സ്വാമി അമേരിക്കയിലും അതുപോലെയുള്ള സ്ഥലത്തൊക്കെ പോയി പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്ന കൂട്ടത്തിൽ ഒരു ശിഷ്യൻ സ്വാമിയോട് ഇതേപോലെ ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ വെറുതെ പറയുന്നതല്ലേ ഈ മുക്തിയെന്നും നിർവ്വാണമെന്നും മോക്ഷമെന്നൊക്കെ പറയുന്നത്? അപ്പോൾ രജോഗുണിയായ വിവേകാനന്ദ സ്വാമി അതിന് മറുപടി പറഞ്ഞത്, നീ ഈ വക കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ നിന്റെ തലമണ്ട പുകഞ്ഞ് തെറിച്ചു പോകുന്നതാണ്. കാരണം അത്രമാത്രം ആഴത്തിലുള്ള സംഭവങ്ങളാണ് മഹർഷിമാർ പറഞ്ഞു വച്ചിട്ടുള്ളത്. ചിന്തിക്കുന്നവർക്കേ ഉള്ളൂ തല ചൂടാവുന്നത്, ചിന്തിക്കാത്തവർക്ക് തല ചൂടാവത്തില്ല. കാരണം എന്താ? ചിന്തയില്ല. അവർ മന്ദബുദ്ധികളാണ്. പക്ഷെ അവർ വലിയ ചിന്തയുള്ളവരെ പോലെ സംസാരിക്കുകയൊക്കെ ചെയ്യും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാലേ, ഇപ്പം നമ്മൾ എത്രയോ വലിയ പഠിപ്പുള്ളവരും പഠിപ്പില്ലാത്തവരും ചിന്തിക്കുന്നവരും ചിന്തിക്കാത്തവരുമായിട്ടൊക്കെ എത്രയോ ആളുകളുണ്ട്. നമ്മളെല്ലാവരും അങ്ങനെ അഭിമാനിക്കുന്നവരാണ്. ചിന്തിക്കാത്ത പാവപ്പെട്ട വിദ്യാഭ്യാസമില്ലാത്തവരെല്ലാവരും ചിന്തിക്കാത്തവരെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാതെ തന്നെ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന എത്രയോ പേരുണ്ട്. അതുകൊണ്ട് ചിന്തിക്കാൻ കെൽപ്പുള്ളവരും അതുപോലെ ചിന്തിക്കുന്നു എന്ന് ഭാവിക്കുന്നവരും ആയിട്ട് എത്രയോ ആളുകൾ അവിടെയുള്ളത്. അങ്ങനെയുള്ള ആളുകൾ ദിവസവും ചൊല്ലുന്ന പ്രാർത്ഥനകളുണ്ട്. മലയാളത്തിലും സംസ്കൃതത്തിലും അല്ലെങ്കിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ അവരവരുടെ അറിയാവുന്ന ഭാഷയിൽ ചൊല്ലുന്ന ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. അതിലിപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പറയാവുന്ന ഒരു പ്രാർത്ഥനയാണ് ദൈവദശകം. അതിൽ നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. ഇത് നമ്മൾ ഇതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടാണോ നമ്മൾ ചൊല്ലുന്നത്? ആ 10 ശ്ലോകങ്ങളുണ്ട്, ഞാനിത് ഒരെണ്ണം മാത്രം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അഹം ബ്രഹ്മാസ്മി അല്ലെങ്കിൽ തത്വമസി എന്ന് പറയുന്നതൊക്കെ അർത്ഥമൊക്കെ നമുക്കറിയാം. അർത്ഥം അറിഞ്ഞുകൂടാത്ത ആളുകളായിരിക്കും ഭൂരിഭാഗം, ആയിക്കോട്ടെ. പക്ഷെ അർത്ഥം അറിയാവുന്നവർ ഇതൊക്കെ അറിഞ്ഞിട്ട് അവരെന്തിനാണ് പിന്നെ ഭേദബുദ്ധി ഉണ്ടാക്കുന്നത്?
അവർ ഭേദബുദ്ധി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ, അത് അവരത് മനസ്സിലാക്കിയിട്ടില്ലെന്നുള്ളതാണ്. മനസ്സിലാക്കണമെങ്കിൽ തല ചൂടാക്കണം. മനസ്സിലായിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും അവർ ഭേദബുദ്ധി ഉണ്ടാക്കില്ല. ഇവിടെ ജാതിയെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ വർണ്ണത്തെക്കുറിച്ചോ വർഗത്തെക്കുറിച്ചോ ദേശത്തെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ച് അവർ വഴക്കുണ്ടാക്കില്ല. എല്ലാവരെയും അവർക്ക് ഒരുപോലെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വരുംവരായികളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ, ഇപ്പം ഇവിടെ ഇത് അദ്വൈത ജ്ഞാനത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്നവരുടെ തലയൊക്കെ ഒന്ന് ചൂടാവും. അങ്ങനെ ചൂടായി വരുമ്പോൾ എന്തു ചെയ്യുന്നു? ഈ ഭക്തൻ അല്ലെങ്കിൽ ആ സത്യാന്വേഷി എന്തു ചെയ്യും? അതൊന്ന് തണുപ്പിക്കണം. അപ്പോൾ സാധാരണ തണുപ്പിക്കാനായിട്ട് നമ്മൾ നന്നായിട്ട് ധ്യാനിക്കും. അതാണ്. അല്ലാതെ വെള്ളത്തിൽ ചാടിക്കഴിഞ്ഞാലൊന്നും തണുക്കത്തില്ല. എത്ര വലിയ തണുപ്പിലിരിക്കുമ്പോഴും തല ചൂടാകും, ശരീരം ചൂടാകും. അത്ര എനർജി ഉണ്ട്. അപ്പോൾ ഇവിടെ പറയാണ്, ഞാൻ എന്തു ചെയ്യുന്നു? ഇതിന് മെയ്യാറാനായി എൻ്റെ ശരീരം തണുപ്പിക്കാൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും തണുപ്പിക്കാനായിട്ടാണ് ഞാൻ നിന്നിലേക്ക് വന്നത്, നിന്നിലേക്ക് ചാഞ്ഞത്, അല്ലെങ്കിൽ നിന്നെ ആശ്രയിച്ചത്. അപ്പോൾ അത് സത്യസന്ധമായിട്ടുള്ള ഒരു ആശ്രയമാണെങ്കിലോ തീർച്ചയായിട്ടും അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്നത്, നീ എന്തു ചെയ്തു? കയ്യേന്തിക്കൊണ്ട് മറ്റെല്ലാത്തിനെയും ഒഴിച്ചു മാറ്റി നിർത്തി എന്നെ നിന്നോടൊപ്പം ചേർക്കുന്നു. അതങ്ങനെ സംഭവിക്കൂ. അപ്പോൾ അവിടെ ശരിയായ രീതിയിലുള്ള ഒരു വിശകലനം, അന്വേഷണം, സത്യസന്ധത, ഒരുപാട് കാര്യങ്ങൾ അവിടെ ആവശ്യമുണ്ട്. അപ്പം അങ്ങനെ അവിടെ ആ പരമ്പൊരുൾ എന്തു ചെയ്യുന്നു? നമ്മളെ ആ ഒരു തലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇപ്പോൾ കയ്യേന്തിക്കൊണ്ട് ഒഴിഞ്ഞ് പോകുന്നു എന്ന് പറയുമ്പോൾ എന്നെ കൂട്ടിക്കൊണ്ട് നീ എന്നെ എടുത്തുകൊണ്ട് ആ ഒരു ശാന്തിയിലേക്ക്, സമാധാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമുക്കും ഭക്തിയുടെ തലത്തിലും തന്നെയുമല്ല ജ്ഞാനത്തിൻ്റെ തലത്തിലും നമുക്കെല്ലാം ആ രീതിയിൽ അതിനെ കണ്ട് നമുക്ക് പോകാൻ പറ്റും. ആ അനുഭവത്തിൻ്റെ തലത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് എന്താണ്? കുന്നും മലയും ഇതെല്ലാം ഒന്നൊന്നായി പൊന്നടിക്കു കൂട്ടാക്കി നിന്നപ്പോൾ അടിയോടൻ പൊന്നിൻ കൊടി കൊണ്ട് അമിഴ്ന്നതെന്തയ്യോ. അപ്പോൾ എന്തുകൊണ്ടാണ് കുന്നും മലയും ഇതെല്ലാം ഇവിടെ ഈ പ്രപഞ്ചത്തിലെ, കുന്നും മലയും എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും, ദൃശ്യമായിട്ടുള്ള എല്ലാത്തിനെയും ഒന്നൊന്നായി ഓരോന്നായിട്ട് പൊന്നടിക്ക് നിൻ്റെ തൃപ്പാദങ്ങൾക്ക് പൊന്നടി, നിൻ്റെ പാദങ്ങൾക്ക് കൂട്ടാക്കി നിന്നപ്പോൾ, ഈ കൂട്ടാക്കി എന്ന് പറഞ്ഞ ശിവൻ്റെ ഒരു താണ്ഡവം, അതല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു പാദങ്ങൾ പതിയാത്ത ഒരു സ്ഥലവും ഇവിടെ എങ്ങും ഇല്ല. കാരണം നടരാജ നൃത്തത്തെക്കുറിച്ചൊക്കെ ഉള്ളൊരു സൂചന കൂടിയാണ് അവിടെ വരുന്നത്. നടരാജ നൃത്തം എന്ന് പറയുന്നത് ഒരു ദേവതയുടെ നൃത്തമല്ല, മറിച്ച് ആ ശക്തിയുടെ, ആ പരിപൂർണമായിട്ടുള്ള, നമ്മൾക്ക് ആറ്റംസ് വേണമെങ്കിൽ നമുക്ക് പറയാം, അതിൻ്റെ കണങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ ആ നടരാജ നൃത്തം നമ്മൾ വിശകലനം ചെയ്ത് കഴിയുമ്പോൾ ഈ എനർജിയുടെ ഒരു താണ്ഡവമാണ്.
അപ്പം അതുകൊണ്ടാണ് ഇവിടെ പൊന്നടിക്ക് കൂട്ടാക്കി നിന്നപ്പോൾ എന്ന് പറയുമ്പോൾ ആ പാദപത്മങ്ങൾ പെടാത്ത ഒരു സ്ഥലം ഇല്ല എന്ന് സൂചിപ്പിക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ആ ചൈതന്യമാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടിയോടെ, അതായത് വേരോടുകൂടി എൻ പൊന്നിൻ കൊടി കൊണ്ട്. അപ്പോൾ ഞാനാകുന്ന പൊന്നിൻ കൊടി എന്താണ്? നിന്നെ ആശ്രയിക്കുകയാണ്. പൊടി കൊണ്ട് അമിഴ്ന്നത് എന്തയ്യോ. അപ്പോൾ ഞാൻ നിന്നെ ആശ്രയിക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പൊന്നിൻ കൊടി കൊണ്ട് ഞാൻ നിന്നെ ചുറ്റി വരിഞ്ഞപ്പോൾ നീ എന്തുകൊണ്ടാണ് അവിടെ പൂർണ്ണമായിട്ടും എന്ത് ചെയ്തത്? നിന്നെ തന്നെ അമിഴ്ന്നത് എന്ന് പറഞ്ഞാൽ നിന്നെ തന്നെ നീ എന്തുകൊണ്ട് ഇല്ലാതാക്കി? എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ഇവിടെയും ഒരു ആശ്ചര്യകരമായിട്ടുള്ള ഒരു ചോദ്യം, അല്ലെങ്കിൽ അത്ഭുതകരമായിട്ട് ആ ജിജ്ഞാസു തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. ഒരു വെറും ഭക്തിയുടെ തലത്തിൽ നിന്നുകൊണ്ട് ഒരു ഭക്തൻ പറയുന്ന ഒന്നല്ല. ജ്ഞാനം, ഭക്തിയുടെ ആ പരിപൂർണതയിലേക്ക് വരുമ്പോൾ ഭക്തി ആത്മാനുസന്ധാനം, ആത്മാവിനെ അനുസന്ധാനം ചെയ്യുന്നു എന്നുള്ള പ്രക്രിയയിലേക്ക് വരുമ്പോൾ അത് ജ്ഞാനമാണ്. അപ്പം ഇവിടെയും ആ ജ്ഞാനത്തിൻ്റെ തലത്തിലേക്കാണ് ഇവിടെ ആ വ്യക്തി ഉയർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ കുന്നും മലയും ഇതെല്ലാം, അതായത് ദൃശ്യമായിട്ട് കാണുന്നതിനെ എല്ലാം, ദൃക്കും ദൃശ്യം എന്നുള്ളതാണ് നമ്മുടെ ജ്ഞാനത്തിൻ്റെ പ്രധാനപ്പെട്ട അടിത്തറ. അത് ശരിക്കും നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അദ്വൈത ജ്ഞാനം ലഭിക്കുന്നതിന് വീണ്ടും കൂടുതൽ ജോലി ഇല്ല. അപ്പോൾ ചോദിക്കും, എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കാൻ പറ്റാതിരിക്കുന്നത്? അതിന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെയാണ്, തല കുറച്ച് നന്നായിട്ട് ചൂടാക്കിയാൽ മാത്രമേ പറ്റുള്ളൂ. അത് ഈസി ആയിട്ട് ആർക്കും, അതിനാണ് തപസ്സെന്ന് പറയുന്നത്, അത്ര ഈസി ആയിട്ട് ആർക്കും അത് കൈകാര്യം ചെയ്യാനോ മനസ്സിലാക്കുവാനോ മനസ്സിലാക്കിക്കുവാനോ സാധിക്കില്ല. നന്നായിട്ട് ജോലിയാണ്. ഇപ്പോൾ മഹർഷിമാരായിട്ടുള്ളവർ, അവരൊക്കെ ഈ വനങ്ങളിലേക്ക് അല്ലെങ്കിൽ വലിയ പർവ്വതങ്ങളിലേക്ക്, ആരുടെയും ശ്രദ്ധപ്പെടാത്ത സ്ഥലത്തേക്ക് മറ്റെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അവർ പോയി എപ്രകാരമാണോ ഒരു ലാബിൽ ഒരു ശാസ്ത്രജ്ഞൻ മറ്റെല്ലാ ചിന്തകളും വിട്ടിട്ട് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ കണ്ടുപിടുത്തത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്നത്. ഒരു ഭൗതിക ശാസ്ത്രജ്ഞൻ തീർച്ചയായിട്ടും അവൻ ഭൗതികമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ടാണ് അത് പറയുന്നത്, അവൻ കണ്ടെത്തുന്നത്, സമയം ചെലവഴിക്കുന്നതൊക്കെ. ഇപ്പം നമ്മൾക്ക് കൊറോണ വൈറസ് വന്നിട്ടുണ്ട്. ഈ കൊറോണ വൈറസിൻ്റെ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എത്രയോ ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാരാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മറ്റെല്ലാം വിട്ടിട്ട് തപസ് പോലെ പരിശ്രമിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് അതിൻ്റെ പുറകിൽ ഊണും ഉറക്കവുമില്ലാതെ അശ്രാന്ത പരിശ്രമം നടത്തുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട്. അവർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഈ മാനവരാശി നേരിടുന്ന ഈ ഒരു വിപത്തിനെ, ഒരു രാജ്യം മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഒരുപോലെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു കുഞ്ഞൻ വൈറസാണ് അത്. ലോകത്തിലെ മനുഷ്യരെ എല്ലാം ഇത്രമാത്രം വിറപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. എന്നാൽ മറ്റു ജീവജാലങ്ങൾക്ക്, മൃഗങ്ങൾക്കും പക്ഷികൾക്കും അതുപോലെയുള്ള ജീവജാലങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല.
പ്രശ്നം മൊത്തം മനുഷ്യർക്കാണ്. എന്തുകൊണ്ടാണ്? അവൻ്റെ അഹങ്കാരം, ആവശ്യമില്ലാത്ത അവൻ്റെ ആ ഒരു അഹങ്കാരം, അവനെന്തും പറ്റുമെന്നുള്ള അഹങ്കാരം അവനെ ഇന്ന് ഈ ഒരു പരുവത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഒരു മൃഗവും ഒരു പക്ഷിയും കൊറോണ പിടിച്ച് മരിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷെ മനുഷ്യൻ അവൻ അങ്ങനൊരു ഇതിലാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്, ഈ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് പോലും ഇത്രമാത്രം വീടും ഭാര്യയും മക്കളും മറ്റെല്ലാത്തിനെയും ഉപേക്ഷിച്ചുകൊണ്ട് അതിനൊരു ഫലം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനേക്കായും എത്രയോ സൂക്ഷ്മമായിട്ട് എത്രയോ മടങ്ങ് എനർജിയാണ് ഈ നമ്മളുടെ കാമക്രോധ ലോഭമോഹാദികൾ വരുത്തിയിട്ടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി നാം ചെലവാക്കേണ്ടുന്ന ഊർജം. അപ്പോൾ അത്രയും ഊർജം നമുക്ക് ചെലവഴിക്കാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു തല നമ്മൾ പ്രവർത്തിപ്പിക്കാത്തത് കൊണ്ട് എളുപ്പത്തിൽ കാര്യം കാണാൻ വേണ്ടിയിട്ടാണ് വെറുതെ അമ്പലങ്ങളിൽ പോകുന്നതും അവിടെ എന്തെങ്കിലും സോപ്പിട്ട് വഴിപാടുകളൊക്കെ നടത്തുകയും ജ്യോത്സ്യന്മാർ പറയുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ അങ്ങനെ എന്ത് പറ്റുന്നു, എളുപ്പം നോക്കുന്നതാണ്. ഭൗതികമായിട്ട് ഇവരെല്ലാം വലിയ പഠിപ്പുള്ളവരാണ്. പക്ഷെ ആധ്യാത്മികമായിട്ട് അവർ വട്ടപൂജ്യമായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം ഈ അറിവിനെ സ്വായത്തമാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾക്ക് വെറുതെ നമ്മുടെ അകത്തുള്ള ഈ കാലുഷ്യങ്ങളെ ഇല്ലാതാക്കാൻ പറ്റില്ല. അതിന് നമ്മൾ നന്നായിട്ട് അതായത് ബുദ്ധി, തല ഉപയോഗിക്കാൻ പറയുന്നു അല്ലെങ്കിൽ ചൂടാക്കാൻ പറയുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധി, നമ്മുടെ മനസ്സ്, ഇതിനെയൊക്കെ നമ്മുടെ വശത്താക്കണം. അതായത് അതിൻ്റെ ഇഷ്ടത്തിനല്ല നമ്മൾ വിടേണ്ടത്. അങ്ങനെയുള്ള ആ ഒരു തലത്തിലേക്ക് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റണം. അപ്പോൾ അങ്ങനെ സമഗ്രമായിട്ട് ഈ ദൃശ്യത്തെക്കുറിച്ച് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഇതിന് സാക്ഷിയായിട്ട് നിൽക്കുന്ന ഒന്ന് ഉണ്ട്. ആ സാക്ഷിഭാവത്തിലേക്ക് ചേരുവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, എൻ പൊന്നിൻ കൊടി കൊണ്ട് ഞാൻ വന്നത്. അതായത് ഈ ജീവാത്മാവ് ഈ രീതിയിലേക്കുള്ള ഒരു അറിവ് നേടി എനിക്ക് ഈ രീതിയിലല്ല ഇവിടെ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ആ ഒരു തീവ്രമായിട്ടുള്ള വൈരാഗ്യത്തോടു കൂടി ഈ പരമ്പൊരുളിലേക്ക് ചായുമ്പോൾ അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പിണയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് സംഭവിക്കുകയാണ്? അവിടെ ഈ അമഴുന്നത് എന്തയ്യോ അവിടെ പിന്നെ ഞാനും നീയും എന്നുള്ള ആ ഭാവം ഇല്ലാത്തത് കൊണ്ടാണ്. നീ എന്തുകൊണ്ടാണ് നിന്നെ തന്നെ ഒതുക്കി കളഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്നെയല്ല ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്തത്, അല്ലെങ്കിൽ നീയല്ല അവിടെ ചുരുങ്ങിപ്പോയത്, മറിച്ച് ഈ ഞാനെന്ന ജീവത്വമാണ്. ജീവാത്മാവ് എന്നുള്ള സംഭവം അവിടെ ഇല്ലാതായിപ്പോയി. പക്ഷെ ജീവാത്മാവ് വിചാരിക്കുന്നു എന്ത്, ആ പരമ്പൊരുള് തനിക്ക് വേണ്ടി മറ്റെല്ലാം നിർത്തിവെച്ചു. അങ്ങനെയല്ല. അപ്പോൾ ഈ ജീവാത്മ പരമാത്മ ഐക്യമാണ് അവിടെ സംഭവിക്കുന്നത്. അത് യോഗദർശനം പറയുന്ന പോലെ ഈ യമനിയമ ആസനം പ്രാണായാമ പ്രത്യാഹാര ധാരണ
ധ്യാന സമാധിയിലൂടെ സംഭവിക്കുന്ന ജീവാത്മ പരമാത്മ ഐക്യമല്ല, മറിച്ച് അറിവിൻ്റെ ഈ വിവേകം, ഈ രീതിയിൽ ഈ എന്താ പറയുന്നത്, ദൃഗ്ദൃശ്യ വിവേകത്തിലൂടെ അവൻ എത്തിപ്പെടുന്ന ആ ഒരു ഐക്യത്തെക്കുറിച്ചാണ്. അപ്പം അങ്ങനെ ഒരു തലത്തിലേക്ക് ഇതൊക്കെ വരുമ്പോൾ ഒരു സാധാരണ ജീവന് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അത്ഭുതത്തോടുകൂടി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു പോകുന്നത്. പിന്നെയോ, എന്തയ്യോ നീയെന്നും ഒഴിഞ്ഞ ചിന്മയമേ, വെന്തറ്റീടും അഹന്തയ്ക്കന്തി പിറയെ അണിഞ്ഞ കോമളമേ. അപ്പോൾ എന്തയ്യോ, ഒഴിഞ്ഞ ചിന്മയമേ. അപ്പോൾ ഇവിടെ ചിന്തയ്ക്ക് അതീതമായിട്ടുള്ള ആ ചിന്മയം, ചൈതന്യം, നീ എന്നും ചിന്തയ്ക്കണയുന്നു. നീ എപ്പോഴും സദാസമയവും എന്താണ്, എൻ്റെ ചിന്തയ്ക്ക് അണയുന്നു, എൻ്റെ ചിന്തയ്ക്ക് വിഷയീഭവിക്കുകയാണ്. എന്തയ്യോ, അതൊരു വലിയൊരു അത്ഭുതം തന്നെയാണ്. വെന്തറ്റീടും അഹന്തയ്ക്ക്, ഇപ്പോൾ വെന്ത് അറ്റുപോകുന്ന, വെന്ത് അത് എന്നേക്കുമായിട്ട്. അപ്പോൾ ഇവിടെ തപസ്സുകൊണ്ട് പാകപ്പെടുകയാണ്. വേവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പാകപ്പെടലാണ്, തപസ്സാണ്. ആ പാകപ്പെടലിൽ എന്ത് സംഭവിക്കുന്നു? അഹന്തയ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ അഹന്തയാണ് ഇല്ലാതായി മാറുന്നത്. ആ തപം കൊണ്ട് അഹന്ത ഇല്ലാതായിപ്പോണ്, വെന്തു പോവുകയാണ്. അന്തിപ്പിറയെ അണിഞ്ഞ കോമളമേ. അപ്പോൾ ഇവിടെ ഇതിന് അന്തിപ്പിറ നമ്മുടെ ചന്ദ്രക്കലയാണ്. സന്ധ്യസമയത്ത് നമ്മൾ ആകാശത്ത് കാണുന്ന ആ ഒരു ചന്ദ്രക്കല. അപ്പോൾ അത് അണിഞ്ഞിട്ടുള്ള കോമളമേ, എന്താണ്, മംഗള സ്വരൂപനായിട്ടുള്ള ഭഗവാനെ എന്ന് പറയണം. അപ്പോൾ ഇവിടെ ഭഗവാനെ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ നീ എപ്പോഴും ചിന്തയ്ക്ക് വിഷയമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വല്ലാത്തൊരു അത്ഭുതമാണ്. അപ്പോൾ ഈ ചിന്തയ്ക്ക് വിഷയമായി ഭവിക്കുന്നത് എപ്പോഴും ഒരേ ഒരു കാര്യമാണ്, ഞാനും നീയും തമ്മിലുള്ള ബന്ധം, ഞാനും ഈ പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധം, ഈ പരമാത്മാവും ഇതവും പൂർണ്ണമതഃ പൂർണ്ണമിതം, അതും ഇതും തമ്മിലുള്ള ബന്ധം. ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അപ്പോൾ ദൃഗ്ദൃശ്യ വിവേകം മുൻപ് സൂചിപ്പിച്ച പോലെയാണ്. ദൃക്കും ദൃശ്യവും തമ്മിലുള്ള ബന്ധം, ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം, അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഗുരു എത്രയോ സന്ദർഭങ്ങളിൽ എവിടെയെല്ലാം എന്താണ് ചിന്താസന്താനമേ നിന്തിരുവടി എന്നൊക്കെ പറഞ്ഞിട്ട് സുബ്രഹ്മണ്യ കീർത്തനത്തിലെ ഗുരു പറയുന്നുണ്ട്. അവിടെയും ചിന്തയുടെ സന്താനമാണ് ജ്ഞാനം. അപ്പോൾ നമ്മൾ എത്രമാത്രം അതിന് ആഴത്തിൽ സൂക്ഷ്മമായിട്ട് ചിന്തിക്കുന്നുവോ വിശകലനം ചെയ്യുന്നുവോ അവിടെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ആ അഹന്ത വെന്തു പോകുന്നത്, ഞാനെന്ന ഭാവം. പലപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ ലാളിത്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അഹങ്കാരത്തിനാണ് പിന്നെ വിലയുള്ളത്. അഹങ്കാരം മുന്നിട്ട് നിൽക്കുമ്പോഴോ ഒരു കാരണവശാലും നമുക്ക് എന്തുണ്ടാകില്ല, വിവേകം പ്രവർത്തിക്കില്ല, സൂക്ഷ്മതയുണ്ടാകില്ല. മായയുടെ അതിപ്രസരം കൊണ്ട് നമ്മുടെ വഴികളെല്ലാം മാറി മാറിപ്പോകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നീ എന്നും എൻ്റെ ചിന്തയ്ക്ക് അണയുന്നത്. ആ രീതിയിലൊക്കെ ഞാൻ ഓരോ നിമിഷവും ചിന്തിച്ച് ഇരിക്കുകയാണ്. അപ്പോഴാണ് ചിത്തായി മാറുവാനായിട്ട് എൻ്റെ
ആ തപസ്സിലൂടെ അഹന്ത ഇല്ലാതായി മാറുന്നത്. അതുകൊണ്ട് ഭഗവാനെ, അപ്പോൾ ഇവിടെ ഒരു ശിവ പെരുമാൾ എന്നുള്ള രീതിയിലും നമുക്കതിനെടുക്കാം. അതല്ലെങ്കിൽ ഈ ഒരു തെളിച്ചത്തോടു കൂടി നമ്മുടെ തലയൊക്കെ അല്ലെങ്കിൽ ചിന്തയുടെ ഭാരം മാറി, ആ ചൂട് മാറി, അവിടെ തണുപ്പ്, അതായത് ഇവിടെ ചന്ദ്രനെ സൂചിപ്പിക്കുന്നത് ഒരു തണുപ്പാണ്, ഒരു കുളിർമയാണ് നമുക്ക് നൽകുന്നത്. മായയായിട്ടല്ല, മറിച്ച് അങ്ങനെ ആ ഒരു സ്വച്ഛന്തമായിട്ട് പരമ്പൊരുളായിട്ട് വിരാജിക്കുന്ന, നമ്മുടെയൊക്കെ ഉള്ളിൽ വിരാജിക്കുന്ന ആ പരമ്പൊരുളിൻ്റെ നിജസ്വരൂപം, ശാന്തമായിട്ടുള്ള സ്വരൂപം, സുഖസ്വരൂപം, അത് കണ്ട് ഈ മനുഷ്യജന്മം കൃതകൃത്യമാകണം, അല്ലെങ്കിൽ അതിനെ തിരിച്ചറിഞ്ഞ് ഈ മനുഷ്യജന്മം കൃതകൃത്യമാകണം എന്നാണ് ഗുരു ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിലോ ഈ ഇത്രയും വിലപിടിച്ച ഈ മനുഷ്യജന്മം പാഴായി പോകുന്നു. ഒരുപക്ഷെ നമ്മൾക്കിവിടെ അടിച്ചു പൊളിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഞെളിഞ്ഞ് ഒക്കെ നമ്മൾ നടക്കുന്നുണ്ടാവാം. പക്ഷേ ഈ ചിന്ത, ഈ രീതിയിലുള്ള അറിവ് നമുക്ക് നമ്മുടെ തലയിലേക്ക്, അതായത് ബുദ്ധിയുടെയും ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ വാതായനങ്ങൾ അനന്തതയിലേക്ക് നമുക്ക് തുറക്കാൻ പറ്റിയില്ലെങ്കിൽ സങ്കുചിത മനോഭാവത്തോടു കൂടി ഇവിടെ അടിഞ്ഞു പോകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കോമള ഭാവത്തെ, ആത്യന്തികമായിട്ടുള്ള ആ ആനന്ദ സ്വരൂപത്തെ നമ്മൾ സാക്ഷാത്കരിക്കണം. അഥവാ അതുതന്നെയാണ് എൻ്റെ സ്വരൂപം തിരിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യജന്മം കൃതകൃത്യമാക്കണമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ സാമാന്യമായിട്ട് ഈ സ്വാനുഭവ ഗീതി നമ്മൾ ഒരുവിധം ഇങ്ങനെ ഒരു മനനത്തിന് വിധേയമാക്കി ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമ്മുടെ ആന്തരികമായിട്ടുള്ള വിശകലനത്തിലൂടെ, തപസ്സിലൂടെ സ്വായത്തമാക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു പരിചയപ്പെടുത്തൽ മാത്രമാണ്. അപ്പോൾ നമ്മൾ ഗുരുവിൻ്റെ ഓരോ കൃതികളും ഇങ്ങനെ സാവധാനത്തിലൊന്ന് പരിചയപ്പെട്ടു പോവുകയാണ്. അത് പരിപൂർണമായി നമ്മൾ അതിൻ്റെ അന്തസത്തയിലേക്ക്, സാക്ഷാത്കാരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റണമെന്ന് വെച്ചാൽ ഇല്ല. അതുകൊണ്ട് ഗുരുവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഇങ്ങനെ നമുക്ക് ഈ ഒരു കൃതിയും ഒന്ന് ഒരുവിധം മനസ്സിലാക്കി തരുവാനായിട്ട് ഭഗവാന്റെ കാരുണ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാരുണ്യത്തിന് മുൻപിൽ നമുക്കെല്ലാവർക്കും സാഷ്ടാംഗം പ്രണമിച്ച് ഗുരുവിനോട് നന്ദി പറയാം. ഗുരുവിൻ്റെ അനുഗ്രഹം കൂടുതൽ നമുക്കുണ്ടാകണം. അപ്പോൾ നാളെ നമുക്ക് സദാശിവ ദർശനമാണ്. അപ്പോൾ അതും നമുക്ക് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. തീർച്ചയായിട്ടും വേറൊരു സ്റ്റുഡൻറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു, ബോധാനന്ദ സ്വാമി എഴുതിയ ധ്യാനത്തിൽ എൻ്റെ ഹൃദയം ലയമാർന്നിരട്ടെ എന്നുള്ള ആ ഒരു കൃതി കൂടി ഇത് കഴിയുമ്പോൾ എടുക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നല്ലൊരു കൃതിയാണ്. നമുക്ക് നോക്കാം, എന്തായാലും സദാശിവ ദർശനം കഴിയുമ്പോൾ നമുക്ക് നോക്കാം. അതിന് ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ബാക്കി നമുക്ക് നാളെ. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.